प्यारे बच्चों, आदाब। यौम आज़ादी की किसी तकरीर में गालिब के तारुफ कराने की जिम्मेदारी आपको दी गई तो उनकी शहरी खिदमात पर क्या क्या नुकात पेश करेंगे? एक मुख्तसर നോട്ട് തയ്യാർ कीजिए। സ്വാതന്ത്ര്യ ദിനത്തിൽ അല്ലെങ്കിൽ ഉറുദു ദിനത്തിൽ ഗാലിബിനെ പരിചയപ്പെടുത്താൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് ഏതെല്ലാം പോയിന്റുകളാണ് അവതരിപ്പിക്കുക? ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. ഗാലിബ് ഉറുദു കാ ഏക് മഷൂർ ഗസൽഗോ ഷായർ ഹൈ. ഉറുദുവിലെ ഗസൽ കവികളിൽ വളരെ പ്രശസ്തനായ ഒരാളാകുന്നു ഗാലിബ്. ഉൻകാ അസൽ നാം മിർസ അസദുല്ല ഖാൻ ഗാലിബ് ഹൈം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മിർസ അസദുല്ല ഖാൻ എന്നാകുന്നു. വോ പഹലെ അസദ് തഖല്ലുസ് രഖ്തേ തെ. അദ്ദേഹം ആദ്യകാലത്ത് അസദ് എന്നായിരുന്നു തൂലികാനാമം വെച്ചിരുന്നത്. ആർ ബാദ് മേ ഗാലിബ്. പിന്നീട് അദ്ദേഹം ഗാലിബ് എന്ന തൂലികാനാമാണ് ഉപയോഗിച്ചത്. ഉൻകി പൈദായിഷ് ആഗ്ര മേ ഹുയി. അദ്ദേഹം ആഗ്രയിലാണ് ജനിച്ചത്. നജ്മുദ്ദൗള, ദബീറുൽ മുൽക്ക്, നിസാമെ ജംഗ് ഉൻകെ ഖിതാബ് തെ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ബഹുമതികളായിരുന്നു. വ ഫാർസി കെ ബി മാഹിർ. അദ്ദേഹം ഫാർസി ഭാഷയിലും നൈപുണ്യം നേടിയ ആളായിരുന്നു. ഗാലിബ് നെ ഗസൽ കെ അലാവ കൈ ഖുതൂത് ബി ലിഖേ ഹൈ. ഗാലിബ് ഗസലിന് പുറമെ ധാരാളം കത്തുകളും എഴുതിയിട്ടുണ്ട്. ജിൻ പർ ഉറുദു അദബ് ഫാഖസ് ഹെ. അത് ഉറുദു സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഗാലിബ് കി ജിന്ദഗി ദുഃഖോം और മുസീബത്തോं से ഭരി हुई थी. ഗാലിബിന്റെ ജീവിതം ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. മുസീബത്ത് സദാ ജിന്ദഗി के दरमियान भी गालिब ने अपने आप को ज़राफत और इंसान दोस्ती से कभी भी दूर नहीं रखा. ഈ പ്രയാസങ്ങൾക്കും പ്രാരാബ്ധങ്ങൾക്കും ഇടയിലും ഗാലിബ് തന്റെ സ്വതസിദ്ധമായ ശൈലികളും നർമ്മവും ഒരിക്കലും കൈവെടിഞ്ഞില്ല. ഉൻകി ജിന്ദഗി और शायरी पर सैकड़ों अदबी तख्लीकात का सिलसिला आज भी जारी रही है. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കവിതകളെയും കുറിച്ച് ഈ കാലത്തും ധാരാളം സാഹിത്യ സൃഷ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗാലിബ് के मुताल्लिक फिल्में, सीरियल वगैरह आज भी लोगों को मुतासिर कर रही है. ഗാലിബിനെ കുറിച്ചുള്ള ഫിലിമുകൾ, സീരിയൽ എന്നിവ ജനങ്ങളെ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തുന്നു. और बच्चों, अगला सबक देखिए. है जिसकी ज़बान उर्दू की तरह. पहला सवाल. उर्दू के बड़े बड़े शायरों ने हिंदुस्तानी फिल्मों को बेहद मयारी और मकबूल तरीन गीत दिए हैं. ऐसे किसी एक शायर पर इजहार ഖയാൽ कीजिए. ഉറുദു സാഹിത്യത്തിലെ പ്രഗത്ഭരായ കവികൾ ഹിന്ദുസ്ഥാനി സിനിമയ്ക്ക് വളരെ ഗുണനിലവാരമുള്ളതും ജനകീയവുമായ ധാരാളം ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കവിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. ഉർദു കെ ബഡേ ബഡേ ഷായറോ നെ ഹിന്ദുസ്ഥാനി ഫിലിമോं को बेहद मयारी और मकबूल तरीन गीत बख्शे है. ഉറുദുവിലെ പ്രഗത്ഭരായ കവികൾ ഹിന്ദുസ്ഥാനി സിനിമയ്ക്ക് വളരെ ഗുണനിലവാരമുള്ളതും ജനകീയവുമായ ധാരാളം ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്. സാഹിർ ലുധിയാനവി ഇൻമേം സെ ഏക് അഹം ഷായർ ഹെ. സാഹിർ ലുധിയാനവി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. സാഹിർ ലുധിയാനവി ने अपने कलाम के ज़्यादातर हिस्सों को फिल्मों में छुपा दिया. സാഹിർ ലുധിയാനവി തൻ്റെ കവിതകളുടെ നല്ലൊരു ഭാഗം തന്നെ സിനിമകളിൽ ഉൾപ്പെടുത്തി. കബി കബി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹെ. ഇതുപോലുള്ള ധാരാളം അനശ്വര ഗാനങ്ങൾ സാഹിർ ലുധിയാനവിയുടെ സംഭാവനയാണ്. സാഹിർ ലുധിയാനവി കാ അസൽ നാം അബ്ദുല്ലഹി और സാഹിർ തഖല്ലുസ് ഹെ. സാഹിർ ലുധിയാനവിയുടെ യഥാർത്ഥ പേര് അബ്ദുല്ലഹി എന്നും സാഹിർ എന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമവുമാണ്. ഉൻകി പൈദായിഷ് പഞ്ചാബ് കെ ലുധിയാന മേ ഹുയി. അദ്ദേഹത്തിൻ്റെ ജനനം
പഞ്ചാബിലെ ലുധിയാന എന്ന സ്ഥലത്താണ്. वो एक तवील अरसे तक फिल्मों से मनसलिक रहे. അദ്ദേഹം ഒരു നീണ്ട കാലയളവ് വരെ സിനിമയുമായി ബന്ധപ്പെട്ടിരുന്ന ആളായിരുന്നു. ഉन्होंने बेशुमार फिल्मों के लिए गीत भी लिखे. അദ്ദേഹം ധാരാളം സിനിമകൾക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. उनकी फिल्मी खिदमत की एतराफ़ में उन्हें 2 बार फिल्म फेयर अवार्ड से नवाजा गया. അദ്ദേഹത്തിൻ്റെ സിനിമാ സംഭാവനകളെ മാനിച്ചുകൊണ്ട് 2 പ്രാവശ്യം അദ്ദേഹത്തിന് ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി. ബാദമേ ഉൻകോ പത്മശ്രീ കാ ഖിതാബ് മില. പിന്നീട് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. 1980 മുംബൈ മേ ഇന്തിക്കാൽ ഹുവ. 1980 മുംബൈയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. മഷൂർ ഫിലിം നിഗാർ असन कमाल आपके इलाके में एक प्रोग्राम के इफ्तिताह के लिए आ रहे हैं. പ്രസിദ്ധ സിനിമ പാട്ടെഴുത്തുകാരൻ അസൻ കമാൽ നിങ്ങളുടെ പ്രദേശത്ത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട്. अगर आपको उनसे इंटरव्यू लेने का मौका मिले तो आप क्या क्या सवालात करेंगे? സവാൽനാമ തയ്യാർ കീജിയെ. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക? ചോദ്യങ്ങൾ തയ്യാറാക്കുക. സവാൽനാമ. ആദാബ്. യെ മേരി ഖുഷ് നസീബി ഹെ. ഇതെൻ്റെ ഭാഗ്യമാണ്. എന്തെന്നാൽ കെ മുझे आपके साथ ചന്ദ് ലംഹ ഗുസാർനെ കാ മൗക്ക മില. എനിക്ക് നിങ്ങളുടെ കൂടെ ചിലവഴിക്കാൻ കുറച്ച് നിമിഷങ്ങൾ ലഭിച്ചു. മേ ആപ്സെ ചന്ദ് സവാലാത്ത് പൂछना चाहता हूँ. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. सुना है कि आज आप यहाँ किसी प्रोग्राम की इफ्तिताह के लिए आया है. प्रोग्राम कब और कहाँ है? നിങ്ങൾ ഇവിടെ ഏതോ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണെന്ന് കേൾക്കുന്നല്ലോ. പ്രോഗ്രാം എപ്പോൾ എവിടെയാണ്? ആജ് ആപ് ദുനിയ ഭർ കെ ലോഗ് ജാനനെ വാല एक നഗ്മ നിഗാർ ബൻ ചുക്കെ ഹൈ. ആപ്നെ യെ നഗ്മ നിഗാരി കബ് സെ ശുരു കി. ഇന്ന് നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗാനരചയിതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ ഗാനരചന എപ്പോഴാണ് തുടങ്ങിയത്? ബച്പൻ മേ ആപ്കോ നഗ്മ നിഗാരി കാ ഷൗഖ് താ യാ കിസി കെ നഗ്മ സുൻ കെ ബാദ് യേ ഷൗഖ് പൈദാ ഹുവാ. കുട്ടിക്കാലത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഗാനരചനയിൽ താല്പര്യമുണ്ടായിരുന്നോ? അതോ ഏതെങ്കിലും പാട്ട് കേട്ടതിന് ശേഷമാണോ ഈ താല്പര്യം ഉണ്ടായത്? नगमा निगारी में आपका पहला प्रोग्राम कब और कहाँ हुआ था और उसका तजुर्बा कैसा था? നിങ്ങളുടെ ആദ്യ ഗാനരചന എപ്പോൾ എവിടെ വെച്ചായിരുന്നു? അതിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? ആപ് തൊലബ കെ ലിയെ ക്യാ നസീഹത്ത് ദേന ചാഹത്തെ ഹൈ. കുട്ടികൾക്ക് വേണ്ടി എന്ത് ഉപദേശം നൽകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അഗലാ സവാൽ ദേഖിയേ. ഹിന്ദുസ്ഥാനി ഫിലിമോ മേ ഗായി ഉയി ചന്ദ് ഖവാലിയാ ജമാ കീജിയെ. ഹിന്ദുസ്ഥാനി സിനിമയിൽ പാടിയിട്ടുള്ള കുറച്ച് കവാലികൾ ശേഖരിക്കുക. തേരി മെഹഫിൽ മേ കിസ്മത്ത് ആസ്മാ കർ ഹം ഭി ദേഖേംഗെ. അജി ഹാ हम भी देखेंगे. घड़ी भर तो तेरे नजदीक आकर हम भी देखेंगे. अजी हाँ हम भी देखेंगे. फिल्म മുഗൾ ആസം का एक कवाली है ये. ഇത് മുഗൾ ആസം എന്ന ഫിലിമിലെ പാടിയിട്ടുള്ള ഒരു പ്രസിദ്ധമായ കവാലിയാകുന്നു. മറ്റൊന്ന് ദൂലെ കാ സെഹറ സുഹാന ലഗ്താ ഹെ ദുൽഹൻ കാ തോ ദിൽ ദീവാന ലഗ്താ ഹെ. ദൂലെ കാ സെഹറ സുഹാന ലഗ്താ ഹെ ദുൽഹൻ കാ തോ ദിൽ ദീവാന ലഗ്താ ഹെ. ധഡ്കൻ എന്ന ഫിലിമിലെ പാടിയിട്ടുള്ള പ്രസിദ്ധമായ കവാലിയാകുന്നു ഇത്. ഹിന്ദുസ്ഥാനി ഫിലിം ഹർ കോയി പസന്ദ് കർത്താ ഹെ. ഹിന്ദുസ്ഥാനി സിനിമ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ചന്ദ് ഫിലിമേ ഐസി ഹൈ ജോ അമാര ദിൽ ലബാത്തി ഹെ. ചില സിനിമകൾ അങ്ങനെയാണ്, അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നു. ആപ്നെ ബി ഐസി ബഹുത് സാരി ഹിന്ദുസ്ഥാനി ഫിലിം ദേഖി ഹോങ്കി. നിങ്ങളും ധാരാളം അത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാവാം. കിസി ഏക് പർ തൗസീഫി നോട്ട് തയ്യാർ കീജിയെ. അതിലേതെങ്കിലും
ഒന്നിനെക്കുറിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഫിലിം മുഗളെ ആസം മേരി പസന്ദീദ ഫിലിം ഹെ. മുഗളെ ആസം എന്ന സിനിമ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമയാകുന്നു. ഹിദായത്കാരി, ഡയറക്ഷൻ, കഹാനിക്ക പ്ലോട്ട്, കഥാപശ്ചാത്തലം, മൻസർ നിഗാരി, ദൃശ്യാവിഷ്കാരം, മുക്കാലിമ നവേസി, സംഭാഷണം, മോസിക്കി, സംഗീതം, റെക്സ്, ഡാൻസ്, കോസ്റ്റ്യൂം, വസ്ത്രാലങ്കാരം, ഫോട്ടോഗ്രാഫി, ഛായാഗ്രഹണം, अदाकारी, एक्टिंग, सदाबंदी, साउंड मिक्सिंग और फिल्म के तमाम तकनीकी और तख्लीकी पहलुओं के पेश नज़र से സിനിമയുടെ മുഴുവൻ സാങ്കേതികവും നിർമ്മാണപരവുമായ ഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ये एक शानदार और अच्छी हिंदुस्तानी फिल्म है. ഇത് വളരെ മികച്ച ഒരു ഹിന്ദുസ്ഥാനി സിനിമയാകുന്നു. फिल्म मुगल आजम की कहानी की बुनियाद तो इम्तियाज़ अली ताज के मशहूर ड्रामे अनारकली पर ही रखी गई है. മുഗളെ ആസം എന്ന സിനിമയുടെ കഥ ഇംതിയാസ് അലിയുടെ അനാർക്കലി എന്ന പ്രസിദ്ധ നാടകത്തിൽ നിന്ന് എടുത്തതാണ്. ലേക്കിൻ കെ ആസിഫ് ने अपनी तरफ से भी कुछ शामिल किया है. എന്നാൽ സിനിമയുടെ ഡയറക്ടർ ആയ കെ ആസിഫ് തൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗങ്ങൾ കൂടി സിനിമയ്ക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി. കഹാനിക്ക ഖുലാസ യേ ഹെ. കഥയുടെ സാരാംശം ഇതാകുന്നു എന്തെന്നാൽ കെ ഷഹൻഷാ അക്ബർ കെ ബേട്ടെ ഷഹസാദ സലീം और महल की एक कनीस नादिरा यानी अनारकली के बीच में मोहब्बत हो जाती है. അക്ബർ ചക്രവർത്തിയുടെ മകനും രാജകുമാരനുമായ സലീം കൊട്ടാരത്തിലെ നാദിറ അതായത് അനാർക്കലി എന്ന പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുന്നു. महल में बहार नाम की एक दूसरी कनीस भी रहती है. എന്നാൽ കൊട്ടാരത്തിൽ ബഹാർ എന്നു പേരുള്ള മറ്റൊരു തോഴിയും കൂടി ഉണ്ടായിരുന്നു. वो सलीम को अपनाकर हिंदुस्तान की मलिका बनना चाहती है. ഇവർ സലീം രാജകുമാരനെ സ്വന്തമാക്കി ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാജ്ഞിയാകാൻ ആഗ്രഹിച്ചിരുന്നു. इसलिए वो अपने रास्ते की रुकावट बनी अनारकली को हटाना चाहती है. അതുകൊണ്ട് തന്നെ തൻ്റെ ആഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന അനാർക്കലിയെ ഇല്ലാതാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. वो शहनशाह अकबर को सलीम और अनारकली की मोहब्बत की इत्लाह देती है. അങ്ങനെ ഇവർ അക്ബർ ചക്രവർത്തിയെ അനാർക്കലിയും സലീമും തമ്മിലുള്ള പ്രണയം അറിയിക്കുന്നു. अकबर को बहुत गुस्सा आता है और अनारकली को ഖൈദ് ഖാനെ में बंद करवा देता है. അക്ബർ ചക്രവർത്തിക്ക് ദേഷ്യം വരുന്നു. അവർ അനാർക്കലിയെ ജയിലിൽ അടക്കുന്നു. സലീം അനാർക്കലി को छठाने की नाकाम कोशिश करता है. സലീം അനാർക്കലിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ പരാജയപ്പെടുന്നു. एक शर्त की बिना पर अनारकली को अकबर कुछ दिन के बाद रहा कर देता है. ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ അക്ബർ ചക്രവർത്തി കുറച്ച് ദിവസത്തിന് ജയിലിൽ നിന്ന് അനാർക്കലിയെ മോചിപ്പിക്കുന്നു. लेकिन जिसने नारोज के मौके पर रक्स करते हुए अनारकली शहजादा सलीम की तरफ बार बार इशारा करती रहती है. പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി കൊട്ടാരത്തിൽ നടക്കുന്ന ഡാൻസിനിടയിൽ അനാർക്കലി സലീമിനോട് പല പ്രാവശ്യം ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നു. ഇത് കണ്ട് അക്ബറിന് ദേഷ്യം വരികയും അക്ബർ അനാർക്കലി को जिंदान में ഖൈദ് करने का हुक्म देता है. അക്ബർ അനാർക്കലിയെ വീണ്ടും ജയിലിലടക്കുകയും ചെയ്തു. സലീം ബഗാവത് का ऐलान करता है. സലീം യുദ്ധത്തിന് വിളംബരം ചെയ്യുന്നു. അക്ബർ और സലീം की फौजों के दरमियान जंग होती है. അക്ബറിന്റെയും സലീമിന്റെയും സൈന്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെടുന്നു. और സലീം को गिरफ्तार कर लिया जाता है. സലീമിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നു. उसको बगावत के जुर्म में सजाए मौत का हुक्म सुनाया जाता है. സലീമിനെ കലാപമുണ്ടാക്കിയതിന് മരണശിക്ഷ വിധിക്കുന്നു. मगर आखिरी पल अकबर का फौजदार राजा मान सिंह अनारकली को जो सलीम के दोस्त की हिफाजत में थी हाथी हुई देखकर तोप का मुंह मोड़ लेता है. എന്നാൽ അവസാനത്തിൽ സലീമിന്റെ കൂട്ടുകാരന്റെ സഹായത്തോടെ രക്ഷപ്പെട്ട അനാർക്കലി സലീമിന്റെ
അടുത്തേക്ക് വരുന്നത് കണ്ട അക്ബറിന്റെ സേനാധിപതി മാൻസിംഗ് പീരങ്കിയുടെ മുഖം വേറൊരു ഭാഗത്തേക്ക് മാറ്റി സലീമിനെ രക്ഷിക്കുന്നു. ബാദ് മേ അക്ബർ അനാർക്കലി കോ ജിന്ദാ ചുൻവാ ദേനെ കാ ഹുകും കർ ദേത്താ ഹൈ. പിന്നീട് അക്ബർ അനാർക്കലിയെ ജീവനോടെ കുഴിച്ചുമൂടാൻ കൽപ്പിക്കുന്നു. ആഖിർക്കാർ വാദे के मुताबिक अनारकली और उसकी मां को किसी सुरंग के जरिए बचने का मौका फराहम करता है. എന്നാൽ അവസാനത്തിൽ ചില വാഗ്ദാനത്തോടെ അനാർക്കലിയെയും അമ്മയെയും ഒരു തുരങ്കത്തിലൂടെ വേറൊരു സ്ഥലത്തേക്ക് അക്ബർ ചക്രവർത്തി പറഞ്ഞയക്കുന്നു. इस फिल्म में पूरी तरह चुस्त और दुरुस्त अंदाज में उर्दू के शौकते अल्फाज को बरोए कार लाकर लिखे गए. ഈ സിനിമയിൽ മുഴുവനായി ഊർജ്ജസ്വലവും ആകർഷകവുമായ രീതിയിൽ ഉറുദുവിന്റെ ഗാംഭീര്യമുള്ള വാക്കുകൾ ഉപയോഗിക്കുകയുണ്ടായി. ഇൻ മുക്കാലിമോനെ ഉർദു ജബാൻ കെ ഉസ്ന വ ദിൽകശി കെ ഡംഗെ ബജാ ദിയെ. ഈ സംഭാഷണങ്ങൾ ഉറുദു ഭാഷയുടെ സൗന്ദര്യവും ആകർഷണവും എല്ലായിടത്തും എത്തിച്ചു. ഫിലിം കാ ഖാസ് നഗ്മ പ്യാർ കിയാ തോ ഡർനാ ക്യാ കെ ബാരെ മേ തറഹ തറഹ കെ അഫ്സാനെ മഷൂർ ഹൈ. ഇതിലെ പ്രധാന ഗാനമായ പ്യാർ കിയാ തോ ഡർനാ ക്യാ എന്നതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തങ്ങളായ കഥകളാണ് ഉള്ളത്. ഫിലിം മേ പൃഥ്വിരാജ് കപൂർ, ദിലീപ് കുമാർ और मधुबाला ने शानदार तरीके से अकबर, सलीम और अनारकली के किरदार को निभाया. ഈ സിനിമയിൽ രാജ് കപൂർ, ദിലീപ് കുമാർ, മധുബാല എന്നിവർ സലീം, അനാർക്കലി എന്നിവരുടെ കഥാപാത്രങ്ങളെ വളരെ ഭംഗിയാർന്ന രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. और बच्चों अगला सवाल देखिए. एक मशहूर रिसाले ने तलबा के लिए बच्चों पर फिल्म और सीरियल के असरात के मौजू पर एक मजमून नवीसी का मुकाबला मुनहकिद करने का फैसला किया है. इसके लिए एक मजमून तैयार कीजिए. ഒരു പ്രസിദ്ധ മാസിക കുട്ടികളിൽ സീരിയലിൻ്റെയും സിനിമയുടെയും സ്വാധീനം എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ലേഖന മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ലേഖനം തയ്യാറാക്കുക. बच्चों पर फिल्म और सीरियल के असरात. आजकल के बच्चों में सिनेमा और सीरियल का असरात बहुत ज़्यादा है. ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ സിനിമയുടെയും സീരിയലിൻ്റെയും സ്വാധീനം വളരെ കൂടുതലാണ്. അഗർച്ചെ സിനിമ കെ കൈ ഫായിദ ഹൈ ഇസ്കെ നുക്സാനാത് ബി ഹൈ. സിനിമയ്ക്ക് ധാരാളം ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. പഹലെ ജമാനെ മേ ബച്ചെ ബഡോ കി ജിന്ദഗി സെ ബഹുത് കുച്ച് സീഖ്തേ തെ. പണ്ട് കാലത്ത് കുട്ടികൾ മുതിർന്നവരുടെ ജീവിതത്തിൽ നിന്ന് ധാരാളം പഠിച്ചിരുന്നു. और माँ बाप भी इसी तरीके से बच्चों की देखभाल करते थे. അച്ഛനമ്മമാരും കുട്ടികളെ ഈ രീതിയിൽ തന്നെ ആയിരുന്നു വളർത്തിയിരുന്നത്. പഹലെ ജമാനെ മേ ബച്ചോं के हीरो हमेशा माँ बाप होते थे. പണ്ട് കാലത്ത് അച്ഛനമ്മമാർ ആയിരുന്നു കുട്ടികളുടെ ഹീറോ. माँ बाप, दादा दादी वगैरह की सोहबत और कहानियाँ बच्चों की नशो नमा में बड़ा റോൾ അദാ करती थी. അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി എന്നിവരുമായിട്ടുള്ള ബന്ധവും കഥകളും കുട്ടികളുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. ആജ്കൽ കെ സമാന ബിൽക്കുൽ ബദൽ ഗയാ ഹൈ. എന്നാൽ കാലം ഇന്ന് തികച്ചും മാറി. ബച്ചെ മാ ബാപ് കോ റോൾ മോഡൽ ബനാന നഹി ചാഹത്തെ. കുട്ടികൾ അച്ഛനമ്മമാരെ റോൾ മോഡലാക്കാൻ ഒരിക്കലും ഇന്ന് ആഗ്രഹിക്കുന്നില്ല. ഉൻകെ ഹീറോ और ഹീറോയിൻ ഫിലിം കെ അദാക്കാർ ഹൈ. എന്നാൽ ഇന്ന് അവരുടെ നായകനും നായികയും സിനിമയിലെ നടന്മാരാകുന്നു. वो उनकी हरकतों की तकलीद करने की कोशिश करते हैं. അവർ അവരുടെ മാനറിസങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. जिसका नतीजा ये है कि हमारी तहजीब खराब हो जाती है. ഇതിൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം നശിച്ചു പോകുന്നു. माँ बाप के पास बच्चों को कहानियाँ सुनाने के लिए या उनके साथ खेलने के लिए
वक्त भी नहीं है. അച്ഛനമ്മമാർക്ക് കുട്ടികളോട് കഥ പറയാനോ അവരുടെ കൂടെ കളിക്കാനോ സമയമില്ല. इसीलिए आज बच्चों को घर वालों से ज्यादा मोहब्बत സിനിമ और സീരിയൽ के किरदार से है. ഇതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് വീട്ടുകാരെക്കാൾ കൂടുതൽ ഇഷ്ടം സിനിമ, സീരിയൽ കഥാപാത്രങ്ങളെയാണ്. हिंदुस्तानी फिल्मों में उर्दू में लिखे गए कौमी गीतों की तादाद बेशुमार है. इस पर मालूमात हासिल करके एक റിപ്പോർട്ട് തയ്യാർ കീജിയെ. ഹിന്ദുസ്ഥാനി സിനിമയിൽ ഉറുദുവിൽ എഴുതിയ ധാരാളം ദേശഭക്തി ഗാനങ്ങൾ ഉണ്ട്. ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഹിന്ദുസ്ഥാനി ഫിലിമോ മേ ഉർദു മേ ലിഖേ ഗയേ കൗമി ഗീതോं की तादाद बेशुमार है. ഹിന്ദുസ്ഥാനി സിനിമയിൽ ഉറുദുവിൽ എഴുതിയ ധാരാളം ദേശഭക്തി ഗാനങ്ങൾ ഉണ്ട്. ഉർദു की कई कौमी नज़में ഹിന്ദുസ്ഥാനി ഫിലിമോं के गीत बन चुकी है. ഉറുദുവിലുള്ള ധാരാളം ദേശഭക്തി പദ്യങ്ങൾ ഹിന്ദുസ്ഥാനി സിനിമയിൽ പാട്ടുകളായി മാറിയിട്ടുണ്ട്. और हिंदुस्तानी फिल्मों के लिए कई उर्दू शायरों ने नगमे लिखे हैं. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സിനിമയ്ക്ക് വേണ്ടി ധാരാളം ഉറുദു സാഹിത്യകാരന്മാർ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അല്ലാമ ഇക്ബാൽ की लिखी हुई नज़म सारे जहां से अच्छा हिंदुस्तान हमारा बहुत सारी हिंदुस्तानी फिल्मों में इस्तेमाल हुई है. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയിട്ടുള്ള പദ്യം സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ അമാര എന്നത് ധാരാളം സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബിസ്മിൽ അസീം ആബാദി की लिखी हुई गजल सरफरोशी की तमन्ना अब हमारे दिल में है ने शहीद ഭഗത് സിംഗ് पर बनाई गई फिल्मों में जगह पाई है. ഉറുദുവിലെ മറ്റൊരു പ്രശസ്തനായ കവി ബിസ്മിൽ അസീം ആബാദി എഴുതിയിട്ടുള്ള മനോഹരമായ ഗസൽ സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മെ ഹെ എന്നത് ഷഹീദ് ഭഗത് സിംഗിനെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. और भी कई गीते हैं जो कौमी एकजहती पर लिखे गए जो बाद में हिंदुस्तानी फिल्मों का ഹിസ്സ ബൻ ചുകെ ഹൈ. ദേശീയ ഐക്യത്തെക്കുറിച്ച് എഴുതിയ ധാരാളം ഗാനങ്ങൾ പിന്നീട് ഹിന്ദുസ്ഥാനി സിനിമയുടെ ഭാഗമായി തീർന്നു. आज के क्लास मैं ख़त्म करना चाहता हूँ. फिर हम अगले क्लास में एक नया सबक के साथ मिलेंगे. जीते रहिए और अल्लाह हाफिज़.